and welcome to our question paper discussion and quick revision session of 3rd Sem BA BSc Hindi of Calicut University. Course title Poetry in Hindi. You have got 2 poetry texts in this semester, one being Padya Vihar and the other Kanupriya. We have already uploaded Padya Vihar question paper discussion and now we are on to Dharmveer Bharati's Kanupriya. As you all know, we have a separate playlist for Kanupriya with 24 videos uploaded right from the poem introduction 1 to the Samapan. You have 24 videos in all, both in Hindi and Malayalam. Here you have all the 5 Geet of Purvarag uploaded separately as well as all of the 5 together. Do go through them before you attend the question paper discussion. Heading on to the question paper, that is the model question paper uploaded in the Calicut University website along with the syllabus, let's have a look at the questions related to Kanupriya. Part A, 2-mark question. There are altogether 3 questions related to Kanupriya. 2 marks questionil part A 3 questions Kanupriya ടെക്സ്റ്റുമായിട്ട് റിലേറ്റഡ് ആണ്. 3 ക്വസ്റ്റ്യൻസ് കനുപ്രിയ കാവ്യമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ പാർട്ട് എയിൽ ശ്രദ്ധിക്കേണ്ടത് ടോട്ടൽ 15 ക്വസ്റ്റ്യൻ ഉള്ളതിൽ വെറും 3 ക്വസ്റ്റ്യനെ കനുപ്രിയയായിട്ട് റിലേറ്റഡ് ആണ്. അപ്പം കൂടുതൽ വെയിറ്റേജ് പാർട്ട് എയിൽ അവർ കൊടുത്തിരിക്കുന്നത് പദ്യവിഹാർ ടെക്സ്റ്റിനാണ്. ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത് തന്നെ ഇങ്ങനത്തെ ചില സൂചനകൾ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ്. സോ 12th ക്വസ്റ്റ്യൻ 2 മാർക്ക് ക്വസ്റ്റ്യൻ, കനുപ്രിയ കോൺ ഹെ? ആരാണ് കനുപ്രിയ? വളരെ ഡിറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. कनुप्रिया कौन है? कौन है कनुप्रिया? कनुप्रिया कनु की प्राणप्रिया सखी राधा है. संपूर्ण रचना इनफैक्ट राधा पर आधारित है. ഇത്ര മാത്രം എഴുതിയാൽ അത് ഒരു ഇൻകംപ്ലീറ്റ് ആൻസർ ആകും. ശരിയാണ്, ഇതിൽ സത്യമുണ്ട്, ഇതിൽ ഫാക്റ്റ് ഉണ്ട്. കനുപ്രിയ കനുക്കി പ്രാൺപ്രിയ സഖി രാധ ഹെ. പക്ഷേ ഇവിടുത്തെ കനുപ്രിയ വെറും ആ രാധയല്ല. അതുകൊണ്ട് യു ഹാവ് ടു റൈറ്റ് ലിറ്റിൽ മോർ. കാരണം ഭാഗവതത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന രാധ അല്ല ധർമ്മവീർ ഭാരതിയുടെ രാധ. രാധ എന്ന ആ ഒരു മിത്തോളജിക്കൽ കഥാപാത്രത്തെ പുനർരചിച്ചിരിക്കുകയാണ് കവി. ഈ രാധയിൽ വൈഷ്ണവ സമ്പ്രദായത്തിലെ രാധയുടെ അംശമുണ്ട്, അത് സത്യമാണ്. പക്ഷേ ആധുനിക് റൊമാൻറ്റിക് രാധയുമുണ്ട്. അവളൊരു ത്രിപുര സുന്ദരി രാധയാണ്, റൊമാൻറ്റിക് രാധയാണ്, പ്ലസ് അവൾ ചോദ്യം ചെയ്യുന്ന രാധയാണ്. അപ്പോൾ ഇത് മൂന്നും ഈ രാധയുടെ കനുപ്രിയയുടെ വിശേഷതയാണ്. तीनों का समन्वित रूप है कनुप्रिया. कनुप्रिया काव्य का नामकरण कनु अर्थात कृष्ण की प्राण प्रिया राधा के नाम पर हुआ है. संपूर्ण रचना राधा पर आधारित है. धर्मवीर भारती ने राधा के मिथकीय चरित्र की पुनर्रचना की है. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ് കനുപ്രിയ കോൺ ഹെ. ആക്ച്വലി കനുപ്രിയ രാധയാണ്, അത് എഴുതിയാലും പാർഷ്യലി ശരിയാണ്. പക്ഷേ കോൺസി രാധ ഹെ അതുകൂടെ എഴുതുമ്പോഴേ അതിനൊരു കംപ്ലീറ്റ്നെസ്, അതുകൂടെ എഴുതുമ്പോഴേ അതൊരു പൂർണ്ണമാകത്തുള്ളൂ ഉത്തരം. 13th ക്വസ്റ്റ്യൻ 2 മാർക്ക് ക്വസ്റ്റ്യൻ പാർട്ട് എ, കനുപ്രിയ മേ കിസ്കി അനുഭൂതിയോं का वर्णन किया गया है. ആരുടെ വികാരങ്ങളെയാണ് കനുപ്രിയ എന്ന കാവ്യത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്? അതാണ് ചോദ്യം. राधेയുടെ अनुभूतियों का वर्णन किया गया है. राइट. कनुप्रिया में कृष्ण की अनुपस्थिति में राधा की अनुभूतियों का वर्णन किया गया है. 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും എഴുതിയാലും ഓക്കെ ആണ്. പക്ഷേ ഇഫ് യു വാണ്ട് യുവർ ആൻസർ പേപ്പർ ടു സ്റ്റാൻഡ് ഔട്ട്, പുട്ട് ലിറ്റിൽ മോർ എഫേർട്ട്. ഇവിടെ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളിപ്പോൾ +2 ലെവലിൽ നിന്ന് ഉയർന്ന് ഡിഗ്രി ലെവലിലാണ്. സ്കൂൾ ലെവലിലെ ആൻസേഴ്സ് എഴുതുന്നതിനേക്കാളും നിങ്ങളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ലെവൽ പ്രതിഫലിക്കണം നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ. എന്നാലേ കോളേജ് ലെവലിൽ നിങ്ങൾക്ക് ആ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ कनुप्रिया में किसकी अनुभूतियों का वर्णन किया गया है? राधा की अनुभूति, वो भी कैसे अनुभूति? तन्मयता में लीन राधा, प्रश्न पूछने वाली राधा, युद्ध को विघटन का प्रतीक मानने वाली राधा. അങ്ങനെ राधा की विभिन्न अनुभूतियों का वर्णन कनुप्रिया काव्य में धर्मवीर भारती ने किया है.
പാർട്ട് എയിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു കനുപ്രിയ, 14th വൺ, 2 മാർക്സ് ക്വസ്റ്റ്യൻ. കനുപ്രിയ കാ അധൂരാപ്പൻ कैसे ചിത്രിത് കിയാ ഗയാ ഹൈ. അധൂരാപ്പൻ എന്ന് പറയുമ്പോൾ എന്താണ്? പൂർണ്ണത ഇല്ലാതിരിക്കുക, ഒരു അപൂർണത. അതെന്താണ്? നമ്മുടെ ഒരു സ്ത്രീ പുരുഷ സങ്കല്പം എന്താണ്? അർദ്ധനാരീശ്വർ സങ്കല്പമാണ്. സ്ത്രീയും പുരുഷനും പരസ്പരം പൂരകമാണ്, കോമ്പൻസേറ്റ് ചെയ്യുന്നവരാണ്. ലേക്കിൻ യഹാ രാധ जो नारी है अकेली है, विप्रलब्धा है. यहाँ जो पुरुष तत्व है अथवा जो कृष्ण है उसका अभाव है. അപ്പോൾ കൃഷ്ണൻ്റെ അല്ലെങ്കിൽ പുരുഷ തത്വത്തിൻ്റെ അഭാവത്തിൽ നാരി അപൂർണാണ്. അതാണ് ആ കനുപ്രിയ കാ അധൂരാപ്പൻ. ക്ലിയർ ആയില്ലേ? धर्मवीर भारती ने कनुप्रिया में नारी पुरुष के शाश्वत आकर्षण को रेखांकित किया है. भावनात्मक स्तर पर यदि हर पुरुष में कृष्ण तत्व है तो हर नारी में एक राधा बैठी है और नारी एवं पुरुष की यह सनातन लीला ही अर्धनारीश्वर की परिकल्पना बनती है. तो यहाँ क्या है? पुरुष तत्व अथवा कृष्ण के अभाव में നാരി അഥവാ രാധ അപൂർണ ഹെ. പുരുഷ തത്വം ഇല്ലാത്തത് കാരണം നാരിയുടെ ഒരു അധൂരാപ്പൻ, അപൂർണത. कनुप्रिया का अधूरापन राधा के विप्रलब्धा रूप एवं पूर्व राग के गीतों में ബഖൂബി ദിഖായ ഗയാ ഹെ. ബഖൂബി എന്ന് വെച്ചാൽ വളരെയധികം. പൂർവരാഗിലൊക്കെ രാധയുടെ ആ ഒരു എംറ്റിനെസ്, അധൂരാപ്പൻ, കൃഷ്ണൻ ഇല്ലാത്ത ആ ഒരു വേവലാതി വല്ലാതെ പ്രതിഫലിക്കുന്നുണ്ട് ആ ഗീതങ്ങളിൽ. നോക്കൂ, രാധയും കൃഷ്ണൻ്റെയും പ്രണയം, അവരുടെ ആ ഒരു റൊമാൻസ് ഇന്ത്യൻ ലിറ്ററേച്ചറിൽ എക്കാലവും പ്രതിഫലിച്ച ഒരു ജോഡിയാണ് രാധയും കൃഷ്ണനും. അവരുടെ ഒരു എവർലാസ്റ്റിംഗ് ലവ്, അവരൊരിക്കലും ഫൈനലി ഒത്തുചേരുന്നില്ലെങ്കിലും ആ ഒരു പ്രണയം രാധാകൃഷ്ണ, കൃഷ്ണനും കൃഷ്ണൻ്റെ വൈഫ് രുക്മിണിയുടെ പേരെടുക്കുന്നേക്കാളും നമ്മൾ കൃഷ്ണനേക്കാൾ ഒരു പടി മുന്നിൽ രാധേ കൃഷ്ണ എന്നാണ് ഭാരതീയ ഒരു കോൺസെപ്റ്റിൽ, ഇന്ത്യൻ കോൺസെപ്റ്റിൽ നമ്മൾ സ്ഥാനം കൊടുത്തിരിക്കുന്നത് രാധയ്ക്ക്. മൂവിങ് ഓൺ ടു പാർട്ട് ബി, 5 marks question. Out of 8 questions, only 2 questions are related to Kanupriya. So again in part B also, what we find is Padivihar poetry collection has been given more weightage. Anyway, moving on to question 17, Kanupriya ka Virah. So talking about Virah, साहित्य का सर्वोत्कृष्ट रस कौन सा है? श्रृंगार रस है. और इस श्रृंगार का भी परिष्कृत रूप विरह वर्णन में मिलता है. യൂഷ്വലി വിരഹ വർണ്ണൻ അല്ലെങ്കിൽ വിയോഗ വർണ്ണൻ്റെ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് കാണുന്നത്. പ്രഥമാനുരാഗ്, മാൻ, പ്രവാസ്, കരുണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ നിങ്ങളുടെ ബേസിക് ഇൻഫോർമേഷന് പറഞ്ഞു പോവുകയാണ്. പ്രഥമാനുരാഗ് എന്ന് പറയുമ്പം നായക് और नायिका के प्रारंभिक प्रेम को प्रथमानुराग कहते हैं. इस स्थिति में वे आपस में जब मिल नहीं पाते तो उनके मन में प्रेम की नवीन अनुभूति होती है और विरह होती है. लेकिन मिलन सुख की मधुर कल्पनाएं भी होती है. ആദ്യമായിട്ട് കണ്ടുമുട്ടുമ്പോൾ എപ്പോഴും കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയിലുണ്ടാകുന്ന വിരഹം. സെക്കൻഡ് വൺ മാൻ, നായക് നായിക ജബ് ആപ്പസ് മേ റൂട്ട് ജാത്തെ ഹൈ, തമ്മിൽ പിണങ്ങുമ്പോൾ നായകനും നായികയും പ്രേമി പ്രേമിക അപ്പം അപ്രസന്നതാവശ് തോടെ സമയക്ക് ലിയെ ബിഛുട് ജാത്തെ ഹൈ, പിണങ്ങി പിരിഞ്ഞിരിക്കുക കുറച്ച് നേരത്തേക്കിന്, അതും ഒരു വിരഹമാണ്. മാൻജന്യ വിരഹം എന്ന് പറയും. മൂന്നാമത്തെ അവസ്ഥ എന്ന് വെച്ചാൽ പ്രവാസ് കി അവസ്ഥ, നായക് യാ നായിക ദൂർ ചലെ ജാത്തെ ഹൈ കിസി കാരണവശ്. അപ്പം ആ പ്രവാസ്, അന്ന് ഇതേപോലെ ഫോണൊന്നും ഇല്ലല്ലോ, അപ്പം പ്രവാസ് കി അവസ്ഥ മേ വിരഹ കാ ഉത്പन्न ഹോന. ഫോർത്ത് വൺ കരുൺ की अवस्था है जब किसी एक की मृत्यु हो जाती है. നായകനോ നായികയോ മരണപ്പെടുമ്പോൾ അപ്പോൾ ജീവിച്ചിരിക്കുന്ന വ്യക്തിക്കുണ്ടാവുന്ന തീവ്രമായ വിരഹം. ഇവിടെ എന്താണ്? രാധ വിപ്രലബ്ധ അവസ്ഥാമേ ഹെ. വിപ്രലബ്ധ എന്താണ് ഞാൻ വിശദമായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഉസ്കാ കനു ഉസെ ഛോഡ് കർ ചലാ ഗയാ ഹെ. ऐसा नहीं है कि प्रवास में गया है या रूठ कर गया है, कुछ दिनों बाद वापस आ जाएगा. പിണങ്ങിപ്പോയതല്ല, പ്രവാസം പോയതല്ല, പോയിട്ട് തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയില്ല, അല്പനേരത്തേക്കിന് സൗന്ദര്യപ്പിണക്കമല്ല. രാധ का विरह इसलिए काफ़ी तीव्र है. കാരണം ഡിസീറ്റ് ചെയ്ത് പോയതാണ്, ചീറ്റിംഗ് ചെയ്തങ്ങ് പോയതാണ്, അങ്ങ് വേണ്ടാന്ന് വെച്ച് പോയതാണ്. ഉസെ യ ഉമ്മീദ് ഹി नहीं कि कृष्ण उसके पास वापस आएगा भी नहीं.
രാധ പ്രതീക്ഷിക്കുകയാണ് ആ വിരഹത്തിൽ, പക്ഷേ ഒരു ഹോപ്പും ഇല്ല തിരിച്ചു വരുവോ ഇല്ലയോ എന്ന്. തभी പൂർവരാഗ് മേ ഉസ്കി അവസ്ഥ പാഗലോं സി ദിഖായി ജാത്തി ഹെ. അതുകൊണ്ടാണ് പൂർവരാഗിലെ ആ 5 ഗീതങ്ങളിൽ രാധ ഒരു ശരിക്കും പാഗലോं ജേസി, ശരിക്കും ഒരു പ്രാന്തിയെ പോലെ വിരഹത്തിൽ മുങ്ങിക്കിടക്കുന്ന രാധയാണ് അതിൽ കാണിക്കുന്നത്. കദംബ് വൃക്ഷ കെ നീച്ചെ അൻമനെ സെ പടേ രേന, അശോക് വൃക്ഷ് മേ സമാജാന. അശോക് വൃക്ഷൻ്റെ വേരുകളിലൂടെ ആ ചുമന്ന പുഷ്പിക്കുന്ന രീതിയിൽ അശോക വൃക്ഷം അവരുടെ മീറ്റിംഗ് പ്ലേസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ വൃക്ഷത്തിൻ്റെ അടുത്ത് കൃഷ്ണൻ്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് ആ വൃക്ഷത്തിലേക്ക് അങ്ങ് ലയിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു ഭ്രാന്ത്. യമുന മേ അപ്നെ ആപ് കോ നിഹാർന, യമുന കെ ജൽ മേ अपने आप को घंटों पागलों जैसे खड़े रहना. इतना सब होने के बाद राधा केवल विरह में തടപ്തി नहीं रहती है. അതാണ് രാധാക്ക വിരഹിൽ ഇവിടെ പ്രാധാന്യം. നോക്കൂ, രാധയുടെ വിരഹം സൂർദാസ് വർണ്ണിച്ചിട്ടുണ്ട്, വിദ്യാപതി, പലയിടത്തും രാധയുടെ വിരഹം വർണ്ണിക്കാത്ത കവികളില്ല. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്താണ്? वो केवल विरह में तड़पती नहीं रहती है, वो इतिहास को पुनर्रचने की सोचती है. वो कामना करती है, स्वप्न देखती है कि युद्ध के बाद सब कुछ पा लेने के बाद भी कान्हा को अधूरापन महसूस होगा और वे ज़रूर आएंगे उसके पास, उसके वक्ष में अपना सिर टेके उसकी ഛായ में कान्हा ज़रूर आएगा. അതാണ് രാധയുടെ വിരഹത്തിന് ആ ഒരു ഡിഫറെൻ്റ് ആംഗിൾ. വിരഹിക്കുന്നു, വേദനിക്കുന്നു, വിഷമിക്കുന്നു, പക്ഷേ അവൾ ആ സമയത്ത് അവളുടെ വ്യക്തിത്വം എങ്ങനെയാണ്? അവൾ ആ സമയത്ത് ആ വിരഹത്തിലും ചിന്തിക്കുന്നത് ഹിസ്റ്ററി ഞാൻ റീക്രിയേറ്റ് ചെയ്യും, കാൻഹ തിരിച്ചു വരും. കാരണം ഈ യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് എനിക്കുമറിയാം. അത് യുദ്ധം കഴിഞ്ഞ് കൃഷ്ണന് ബോധ്യമാവും. യുദ്ധത്തിന് മുമ്പ് ഒരു പക്ഷേ ബോധ്യം ആയി കാണില്ല. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ട് സകല പവറും പ്രതാപവും സൈന്യവും, കൃഷ്ണന് അശ്വാരോഹിണി സൈന്യം ഉണ്ടായിരുന്നു, വളരെയധികം പവർഫുൾ സൈന്യം, എല്ലാം നഷ്ടപ്പെട്ട് തിരിച്ചു വരുമ്പോൾ ഞാനേ ഉണ്ടാകൂ കണ്ണൻ്റെ കൂടെ. ആ വിരഹത്തിൻ്റെ ഒരു വേറെ ലെവലിലുള്ള വിരഹമാണ് ധർമ്മീർ ഭാരതി കനുപ്രിയയിലെ രാധയിലൂടെ വരച്ചു കാട്ടുന്നത്. ഓക്കെ, പാർട്ട് ബി 5 മാർക്ക് ക്വസ്റ്റ്യൻ 21. കനുപ്രിയാമേ രാധാക്ക വ്യക്തിത്വ. വളരെ നല്ലൊരു ചോദ്യമാണ്. രാധയുടെ ആ ഒരു വ്യക്തിത്വം, ആ ഒരു പേഴ്സണാലിറ്റി. രാധ ഒരു വളരെ സ്ട്രോങ് പേഴ്സണാലിറ്റി ആയിട്ടാണ് കനുപ്രിയയിൽ വന്നിരിക്കുന്നത്. ഭാഗവതത്തിലെ രാധയെ പല കവികളും അവരുടെ ഭാവന അനുസരിച്ച് മാറ്റം വരുത്തിയിട്ട് കാവ്യത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അയോധ്യ സിംഗ് ഉപാധ്യായ ഹരിയോദ് എന്ന കവി തൻ്റെ കാവ്യം പ്രിയപ്രവാസിൽ രാധയെ വിരഹത്തിൽ ഇങ്ങനെ കരഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ഒരു രാധയായിട്ടല്ല ചിത്രീകരിച്ചിരിക്കുന്നത്. പകരം രാധ സോഷ്യൽ വർക്കറായിട്ട് വരികയാണ്. സൊസൈറ്റിക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാധയായിട്ടാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും ധർമ്മീർ ഭാരതി രാധ എന്ന കഥാപാത്രത്തെ ആ ഒരു മിത്തോളജിക്കൽ രാധയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ബോൾഡ് രാധയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ആ വ്യക്തിത്വം വളരെ സ്ട്രോങ് ആണ്, ബോൾഡാണ്. ഒരു വശത്ത് വിരഹത്തിൽ വിഷമിക്കുന്ന രാധയും കാണിക്കുന്നുണ്ട് ധർമ്മീർ ഭാരതി. പക്ഷേ മറുവശത്ത് എന്താണ്? കൃഷ്ണൻ എന്ന സൂപ്പർ പവറിനെ ചോദ്യം ചെയ്യുന്ന രാധ. കൃഷ്ണൻ്റെ ഗീതോപദേശത്തെ വെറും അർത്ഥശൂന്യമായ വാക്കുകൾ മാത്രമാണ് എന്ന് പറയാൻ ധൈര്യം കാട്ടുന്ന രാധ. ഇതിൻ്റെ ഒരു കവിക്കൊരു ഉദ്ദേശവും കൂടെ ഉണ്ടായിരുന്നു. രാധയുടെ ക്യാരക്ടറിനെ നമ്മൾ കാലാകാലങ്ങളിൽ ഭാഗവത തൊട്ടിങ്ങോട്ട് രാധയുടെ ക്യാരക്ടറിനെ നമ്മൾ കൃഷ്ണനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സഖിയായിട്ട്, അല്ലാതെ കൃഷ്ണനെ ചോദ്യം ചെയ്യുന്ന ഒരു രാധയായിട്ട് നമ്മളെങ്ങും കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ രാധയുടെ ക്യാരക്ടർ ഇങ്ങനെ ബോൾഡ് ആക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അത് ഞാൻ നമ്മുടെ ഇൻട്രോ വീഡിയോയിൽ പറഞ്ഞതാണ് അല്ലേ. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് കാണിക്കാനാണ്. യുദ്ധ കി ഛായ അമംഗൽ ഹെ, ബദലേ മേ പ്രേം ഓർ തന്മയത കി ഭാവന ഹോനി ചാഹിയെ. കാരണം എന്താണ്? കവി സ്വയം ഒരു റിപ്പോർട്ടർ കൂടിയായിരുന്നു. അപ്പോൾ ജോലിയുടെ ഇടയിൽ വാർ എഫക്റ്റഡ് ഏരിയാസിൽ, യുദ്ധഭൂമിയിൽ അദ്ദേഹം റിപ്പോർട്ടിങ്ങിന് പോയിട്ടുണ്ട് സ്വയം. അവിടെ കണ്ട ഭീകര കാഴ്ചകൾ, യുദ്ധത്തിന് ശേഷമുള്ള കാഴ്ചകൾ അദ്ദേഹത്തെ വല്ലാതെ വിഷമിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം ഓർത്തത് ഭാരതം കണ്ട ഏറ്റവും വലിയ യുദ്ധം ഏതാണ്? മഹാഭാരത യുദ്ധം. അപ്പോൾ അതിനെ ആസ്പദമാക്കി ഈ കാവ്യം രചിക്കുകയുണ്ടായി.
അതിൻ്റെ ഒരു ഉദ്ദേശം എന്തായിരുന്നു? മഹാഭാരതത്തിൻ്റെ സൂത്രധാരനായ, മഹാഭാരത യുദ്ധത്തിൻ്റെ സൂത്രധാരനായ കൃഷ്ണൻ്റെ ഗീതോപദേശത്തെ തന്നെ കവി ചാലഞ്ച് ചെയ്യുകയാണ്. അതൊരു വലിയ സ്റ്റെപ്പായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. അത് സാധ്യമാക്കിയത് രാധയുടെ ക്യാരക്ടറിലൂടെയാണ്, രാധയുടെ വ്യക്തിത്വത്തിലൂടെയാണ്. ओके, सो राधा यहाँ एक बहुत ही सशक्त नारी के रूप में सामने आती है जो കൃഷ്ണ സെ പ്രശ്നം करती है. അതിനു മുമ്പ് ആരും അങ്ങനെ സ്ത്രീകൾ, പ്രത്യേകിച്ച് പുരുഷനെ ചോദ്യം ചെയ്യുന്നത് ഒരിക്കലും കാവ്യത്തിൽ അങ്ങനെ കാണിക്കാറില്ല. ഇവിടെ ധർമ്മവീർ ഭാരതി ആ ഒരു സ്റ്റെപ്പ് എടുത്ത് നോക്കൂ. സേതു മേൽ രാധ എന്തൊക്കെയാണ് ചോദിക്കുന്നത്? സുനോ കനു സുനോ, क्या मैं सिर्फ एक सेतु थी तुम्हारे लिए लीला भूमि और युद्ध क्षेत्र के अलंघ्य अंतराल में. എൻ്റെ കൂടെ രാസലീല കളിക്കുന്ന നീ യുദ്ധക്ഷേത്രത്തിലേക്ക് പോകുന്ന ആ ഒരു ട്രാൻസിഷൻ്റെ ഇടയ്ക്ക് ഞാൻ വെറും ഒരു പാലമായിരുന്നു. എന്നെ വെറും ഒരു പാലമായിട്ടാണോ നീ കണ്ടത്? ഒരു ലീലാഭൂമിയിൽ നിന്ന് യുദ്ധഭൂമിയിലേക്ക് പോകാനുള്ള ഒരു പാലം മാത്രമായിട്ടാണോ എന്നെ കണ്ടത്? അത്രയ്ക്ക് സശക്തമായ ഒരു ചോദ്യം രാധയെ കൊണ്ട് കവി ചോദിപ്പിക്കുകയാണ്. പിന്നീട് നോക്കിയേ, ശബ്ദ അർത്ഥഹീനിൽ രാധ എന്താണ് പറയുന്നത്? ശബ്ദ് 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 മേരെ ലിയേ സബ് അർത്ഥഹീൻ ഹെ. ലോകം മുഴുവനും അർജുനൻ യുദ്ധത്തിന് മുമ്പിൽ പകച്ചു നിന്നപ്പോൾ, ഗുരുക്കന്മാരുടെ എതിരെ അമ്പെയ്യാൻ, സഹോദരങ്ങളുടെ എതിരെ യുദ്ധം ചെയ്യാൻ പറ്റാതെ വിഷമിച്ച് നിന്ന വളരെ നല്ല ഒരു യോദ്ധാവ്, അമ്പെയ്ത്തുകാരനായ അർജുനൻ പതറി നിന്നപ്പോൾ കൃഷ്ണൻ്റെ ഗീതോപദേശമാണ് ആ സമയത്ത് സപ്പോർട്ടായിട്ട് വന്നത്. ആ ഒരു ഗീതോപദേശത്തിനെയാണ് രാധ എന്താ പറയുന്നത്? മേരെ ലിയേ സബ് അർത്ഥഹീൻ ഹെ. എനിക്കിതെല്ലാം വെറും അർത്ഥശൂന്യമായ വാക്കുകളായിട്ടാണ് തോന്നുന്നത്. കർമ്മ, സ്വധർമ്മ, നിർണയ, ദായിത്വ, ശബ്ദ് 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 മേരെ ലിയേ നിതാന്ത് അർത്ഥഹീൻ ഹെ. ഒരു വശത്ത് കൃഷ്ണൻ പറയുന്നത് ഇത് കർമ്മമാണ്, ഇത് സ്വധർമ്മമാണ്, ഇത് ദായിത്വമാണ്, ഇത് തിന്മയുടെ മുകളിൽ നന്മയുടെ വിജയമാണ്, അതുകൊണ്ടാണ് ഈ യുദ്ധം. രാധ പറയുന്ന എനിക്കിതെല്ലാം വെറും അർത്ഥശൂന്യമായ വാക്കുകളായിട്ടാണ് തോന്നുന്നത്. മറിച്ച് രാധയ്ക്ക് എന്താണ് ഇമ്പോർട്ടൻസ്? സ്നേഹം, തന്മയത്താക്കി ഭാവന. അപ്പോൾ ഈ ലോകം നിലനിൽക്കണമെങ്കിൽ യുദ്ധമല്ല സ്നേഹമാണ് വേണ്ടത് എന്നുള്ളൊരു സന്ദേശം നൽകാനാണ് രാധ എന്ന ക്യാരക്ടറിലൂടെ ധർമ്മവീർ ഭാരതി ഇങ്ങനെ ഒരു കാവ്യം രചിച്ചത്. കൃഷ്ണൻ്റെ ഗീതോപദേശത്തെ ചാലഞ്ച് ചെയ്യുന്ന ഒരു വലിയൊരു സ്റ്റെപ്പാണ് അന്ന് കവിയെടുത്തത്. മൂവിങ് ഓൺ ടു പാർട്ട് സി, 10 മാർക്ക് ക്വസ്റ്റ്യൻ. ഇവിടെ കാണുന്ന ഒരു പ്രത്യേകത, ഈ എസ് എ പാർട്ടിൽ വന്നപ്പം കനുപ്രിയ ആൻഡ് പദ്യവിഹാർ ബോത്ത് ടെക്സ്റ്റ് ആർ ഹാവിങ് ഈക്വൽ വെയിറ്റേജ്. 2 എസ് എ കനുപ്രിയയിൽ നിന്നുണ്ട്, 2 എസ് എ പദ്യവിഹാറിൽ നിന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എസ് എ പോർഷനിൽ വരുമ്പം കനുപ്രിയയ്ക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. അത് മനസ്സിൽ വെക്കുക. പാർട്ട് എയിലും ബിയിലും കണ്ടത് എന്താണ്? പദ്യവിഹാറിനാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ്. പക്ഷേ പാർട്ട് സിയിൽ 50% വെയിറ്റേജ് ആണ്, രണ്ടിനും ഒരേപോലെയാണ്. 24th ക്വസ്റ്റ്യൻ, കനുപ്രിയ കി കഹാനി. വളരെ അബ്സേർഡായിട്ടുള്ളൊരു ചോദ്യമാണ്. കവിത പഠിച്ചിട്ട് കഹാനി എഴുതുക എന്നത്. ഒരുപക്ഷെ കനുപ്രിയ കാവ്യത്തിൻ്റെ ഭാവപക്ഷമായിരിക്കും ഉദ്ദേശിച്ചത്. എന്തുവാണ് അതിൻ്റെ ഒരു കാവ്യത്തിൻ്റെ മർമ്മം, അതായിരിക്കാം ചോദ്യത്തിൽ ഉദ്ദേശിച്ചത്. ഓക്കെ, സോ കനുപ്രിയ കി കഹാനി. ചില കാര്യങ്ങൾ കനുപ്രിയയുടെ ആ ഒരു ഫുൾ ആകമൊത്തം പറയുമ്പം ചില കാര്യങ്ങൾ നിങ്ങൾ മറക്കാൻ പാടില്ല. ഓക്കെ, അത് എസ് എയിൽ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യണം. ഇപ്പോൾ കനുപ്രിയയുടെ എസ് എഴുതുമ്പോൾ ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യേണ്ടിയിരിക്കുന്നു. डॉक्टर धर्मवीर भारती की महाभारत युद्ध की पृष्ठभूमि में लिखा गया एक काव्य है कनुप्रिया. कनुप्रिया का प्राण स्वर बहुत ही भिन्न है. उसकी मूल संवेदना मिथक पर आधारित कथा है. कनुप्रिया मिथक पर आधारित काव्य है, लेकिन उसकी मूल संवेदना ആധുനിക് ധരാതൽ पर टिकी हुई है. ഒരു മിത്തോളജിനെ ബേസ് ചെയ്തുള്ള ഒരു കാവ്യമാണ്, പക്ഷേ അത് മോഡേൺ പ്രശ്നങ്ങളാണ്, യുദ്ധം സംബന്ധമായ പ്രശ്നങ്ങളാണ് അതിൽ പ്രതിഫലിക്കുന്നത്. കനുപ്രിയ അർത്ഥാത് कन्हैया की प्राणप्रिय सखी राधा. पूरे काव्य में कनु उपस्थित नहीं है. राधा की स्मृतियों द्वारा
कृष्ण के साथ बिताए गए उन तन्मय क्षणों का बोध हमें होता है. ഫുൾ പോയത്തിൽ കൃഷ്ണൻ്റെ ആബ്സെൻസ് ആണ്. പക്ഷേ കൃഷ്ണൻ്റെ ആബ്സെൻസിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാം थ्रू राधा. यहाँ राधा कृष्ण से महाभारत युद्ध को लेकर कई प्रश्न पूछती है. युद्ध का उद्देश्य, उसकी भयानकता, जय पराजय और सर्वोपरि उस महायुद्ध में उसके प्राण प्रिय कनु की भूमिका. അതാണ് ഇവിടുത്തെ ഒരു വലിയ ചോദ്യം. ഈ യുദ്ധം നടന്നല്ലോ, ഇതിൻ്റെ പിന്നിൽ തൻ്റെ കൂടെ കളിച്ചു വളർന്ന, തന്നെ സ്നേഹം മാത്രം പറഞ്ഞ് പഠിപ്പിച്ച കണ്ണൻ്റെ കൈയുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്, അടക്കം പറയുന്നത്. അപ്പോൾ രാധ ആ കണ്ണനോടാണ് ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ കൃഷ്ണൻ്റെ ഈ അർജുനന് കൊടുത്ത ഉപദേശമൊന്നും എനിക്ക് കേൾക്കണ്ട, ധർമ്മ അധർമ്മ അതൊന്നും എനിക്കറിയണ്ട, കർത്തവ്യ അകർത്തവ്യ അതിനെപ്പറ്റി ഒന്നും എനിക്കറിഞ്ഞൂടാ, എനിക്ക് എന്നെ നീ സ്നേഹം മാത്രമേ പഠിപ്പിച്ചുള്ളൂ. അപ്പം പിന്നെ എന്തേ ഇങ്ങനെയൊക്കെ. ഇതാണ് കനുപ്രിയയുടെ ഒരു ഭാവപക്ഷ്. മെയിൻ തീം ഇതാണ്. അല്ല, രാധയുടെ വിരഹം വർണ്ണിക്കുകയല്ല ധർമ്മവീർ ഭാരതിൻ്റെ ഉദ്ദേശം, രാധയെ കൊണ്ട് ചോദ്യം ചോദിപ്പിക്കുക. അങ്ങനെ ചോദിപ്പിക്കുന്നത് വഴി നമ്മളെ ബോധ്യപ്പെടുത്തുക. എന്താണ് ഈ നമ്മുടെ ഒരു ഇന്ത്യൻ ഫിലോസഫിയിൽ അർദ്ധനാരീശ്വര സങ്കല്പം ഉണ്ടല്ലോ, പുരുഷനും സ്ത്രീയും എന്ന തത്വം സ്നേഹത്തിനെ ബേസ് ചെയ്തായിരിക്കണം ജീവിതം മുന്നോട്ട് നീങ്ങുന്നത്. എന്നാലേ ഈ ലോകത്തും സമാധാനം ഉണ്ടാവും. അതല്ലെങ്കിൽ അധൂരാപ്പനാണ്, അവിടെ യുദ്ധമുണ്ടാവും. പുരുഷൻ നിർണയമെടുക്കുമ്പോൾ, ഡിസിഷൻ എടുക്കുമ്പോൾ സ്ത്രീയുടെ സാന്നിധ്യവും വേണം എന്നാണ്. അതുകൊണ്ടാണ് രാധ പറയുന്നത്, ഇനി അടുത്ത ഒരു ഇതിഹാസം എഴുതപ്പെടുമ്പോൾ കനു നീ ഒറ്റയ്ക്കാകരുത്, ഞാനും നിൻ്റെ കൂടെ ഉണ്ട്. കാരണം പുരുഷൻ മാത്രം എടുക്കുന്ന തീരുമാനം അല്പം യുദ്ധത്തിന് കൂടുതൽ വയലൻസ്, ആ ഒരു സ്ത്രീയുടെ തന്മയത്വം പുരുഷനില്ലാതെ വരുന്നു. ഒരു യുദ്ധഭ്രാന്ത് പുരുഷനിൽ കൂടുതൽ കാണപ്പെടുന്നു. വയലൻസിലേക്ക് പെട്ടെന്ന് പോകാനുള്ള ഒരു പ്രവണത, അത് ബാലൻസ് ചെയ്ത് നിർത്തുന്നത് ഈ അർദ്ധനാരീശ്വര സങ്കല്പത്തിലാണ്. സ്ത്രീയുടെ ആ ഒരു കോമൽ ഭാവന, സ്ത്രീയുടെ ആ ഒരു തന്മയത്വം, അതും കൂടെ കൂട്ടിച്ചേർന്നാലേ ഈ ഒരു ലോകം യുദ്ധമില്ലാതെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ലോകമായി മാറുള്ളൂ. പിന്നീട് എന്ത് പറയാം? പിന്നീട് പറയാം രാധാ के विरह की चरम सीमा भी इसमें चित्रित की गई है. कदम्ब के वृक्ष के नीचे वो अनमनी सी पड़ी रहती है അല്ലേ? കദംബ വൃക്ഷത്തിൻ്റെ താഴെ കുറേ മണിക്കൂറുകളോളം ഇങ്ങനെ കൃഷ്ണനുമായിട്ട് ചിലവഴിച്ച നിമിഷങ്ങൾ ഓർത്ത് അവിടെ ഇങ്ങനെ ഒരു ഭ്രാന്തിയെ പോലെ തറയിൽ കിടക്കുമായിരുന്നു. എന്തിനധികം പറയുന്നത്, യമുനാ നദിയിൽ നിർവസ്ത്രയായി മണിക്കൂറുകളോളം വെള്ളത്തിൽ നിൽക്കുമായിരുന്നു. കാരണം യമുനാ നദി കാളിന്തി കാരണം യമുനാ നദി കൃഷ്ണൻ്റെ പ്രസൻസ് ഉള്ളൊരു നദിയാണ്. അവർ രണ്ടുപേരും പല പ്രാവശ്യവും യമുനാ നദിയിലും ഈ കദംബ വൃക്ഷത്തിൻ്റെ താഴെയും അശോക വൃക്ഷത്തിൻ്റെ താഴെയെല്ലാം ഇവർ ഒത്തുകൂടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിരഹാവസ്ഥ വളരെ തീവ്രമായി, ആ ഒരു വിരഹാവസ്ഥയും ധർമ്മവീർ ഭാരതി തൻ്റെ കാവ്യത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ആ ഒരു വിരഹാവസ്ഥയും കവി വർണ്ണിച്ചിട്ടുണ്ട് കാവ്യത്തിൽ. സൃഷ്ടി സങ്കല്പ് എന്ന കാവ്യഭാഗത്തിൽ വളരെ തീവ്രമായ ഇവരുടെ ഒത്തുചേരൽ, കൃഷ്ണൻ്റെയും രാധയുടെയും ഒത്തുചേരൽ വർണ്ണിച്ചിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ തും മേരെ കോൻ ഹോയിൽ രാധ ബോൾഡായിട്ട് ചോദിക്കുകയാണ്, നീ വാസ്തവത്തിൽ ആരായിരുന്നു എൻ്റെ കനു? നാട്ടുകാരെല്ലാം എന്നോട് ചോദിച്ചല്ലോ, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു. അപ്പോൾ ഇപ്പം എനിക്ക് തന്നെ തോന്നുകയാണ് വാസ്തവമേ തും മേരെ കോൻ ഹോ കനു. പിന്നെ വേറെ ഒരു കാവ്യത്തിലും രാധ ചോദിക്കാത്ത ചില ചോദ്യങ്ങൾ കനുപ്രിയ ചോദിക്കുന്നുണ്ട്. തും മേരെ കോൻ ഹോ എന്ന് രാധ ചോദിക്കുന്ന കൂട്ടത്തിൽ അവസാനം രാധ തന്നെ ചില ഉത്തരങ്ങൾ കണ്ടെത്തുന്നത് തും മേരെ സഖാ ഹോ, ബന്ധു ഹോ, ആരാധ്യ ഹോ, ശിശു ഹോ, ദിവ്യ സഹചർ ഹോ. അങ്ങനെ നീ എൻ്റെ ആരാണ് കനു? എനിക്കറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുകയാണ് കനു, തും മേരെ കോൻ ഹോ. ഗ്രാമത്തിലുള്ള എല്ലാ ജനങ്ങളും എന്നെ കുറ്റപ്പെടുത്തിയപ്പോഴും എനിക്കത് വാസ്തവത്തിൽ മനസ്സിലായില്ല, നീ വാസ്തവത്തിൽ എൻ്റെ ആരാണെന്ന്. ഇതൊക്കെയാണ് കനുപ്രിയയുടെ ഒരു കഹാനി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഭാവപക്ഷ് എന്ന് പറഞ്ഞാൽ. അവസാനം കനുപ്രിയ പറയുന്നത് എന്താണ്?
जन्म जन्मांतरों की अनंत पगडंडी के कठिनतम मोड़ पर खड़ी होकर मैं तुम्हारी प्रतीक्षा कर रही हूँ. ഞാൻ ഇപ്പോഴും നിൽക്കുകയാണ് നിന്നെ കാത്ത് കനു. ജന്മജന്മാന്തരങ്ങളായിട്ട് ഞാൻ നിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്തിനാണ്? कि इस बार इतिहास बनाते समय तुम अकेले न छूट जाओ. ഇനിയും ഈ പ്രാവശ്യമെങ്കിലും ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ കനു നീ ഒറ്റയ്ക്കാകാൻ പാടില്ല, ഞാനും കൂടെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സ്ത്രീ സാന്നിധ്യം സ്ത്രീ തന്നെ വിളിച്ചറിയിക്കുകയാണ്. ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാൻ പുരുഷൻ മാത്രം പോരാ, സ്ത്രീയുടെ പങ്കാളിത്തവും വേണം. കാരണം എന്നാലേ ആ ഒരു സ്ത്രീയുടേതായ ഒരു തന്മയ ഭാവം അതിൽ വരുള്ളൂ. ഇതൊക്കെയാണ് കനുപ്രിയയുടെ കഹാനി അല്ലെങ്കിൽ ഭാവപക്ഷ്. लास्ट क्वेश्चन पार्ट सी 10 मार्क क्वेश्चन ऐसे क्वेश्चन 26th वन. राधा की चेतना, कृष्ण का अधूरापन, कनुप्रिया के आधार पर इस पर चर्चा कीजिए. ഇത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. രാധാ കി ചേതന, ചേതന എന്ന് പറയുമ്പം കോൺഷ്യസ്നസ്. രാധ വളരെയധികം രാധയുടെ കോൺഷ്യസ്നെസ്സിൽ സബ് കോൺഷ്യസ് മൈൻഡിലും കോൺഷ്യസ് മൈൻഡിലും കൃഷ്ണൻ്റെ പ്രസൻസ് നമുക്ക് ഫുൾ കാവ്യത്തിൽ ഫീൽ ചെയ്യാം. രാധാ കി ചേതന എന്ന് പറയുമ്പോൾ കൃഷ്ണൻ അടുത്തില്ല എങ്കിലും ഉസ്കെ ചേതൻ മന്മേ, രാധയുടെ ആ ഒരു കോൺഷ്യസ്നെസ്സിൽ കൃഷ്ണൻ്റെ പ്രസൻസ് എല്ലാ എപ്പോഴും ഉണ്ട്. അതാണ് കാവ്യത്തിൽ കാണിക്കുന്നത്. പൂർവരാഗിലുണ്ട്, ഉസി ആം കെ നീച്ചെ, എല്ലാത്തിലും ചോദ്യം ചെയ്യുകയാണെങ്കിലും കൃഷ്ണനെ ചോദ്യം ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ സേതുമേ അല്ലെങ്കിൽ തുമ്മേരെ കോൺ ഹോ, കൃഷ്ണനെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃഷ്ണൻ്റെ പ്രസൻസ് അവിടെ ഫീൽ ചെയ്യാം. അത് രാധയുടെ ചേതനാഭാവമാണ്. രാധ ഫുള്ളി കോൺഷ്യസ് ആണ്. ഒറ്റയ്ക്കാണെങ്കിലും വിപ്രലബ്ധയാണെങ്കിലും കൃഷ്ണൻ ഇട്ടിട്ട് പോയി, കൃഷ്ണൻ പിന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. എന്നാലും രാധയുടെ കോൺഷ്യസ് മൈൻഡിൽ കൃഷ്ണൻ എല്ലാ എപ്പോഴും ഉണ്ട്, അന്ത്യം വരെ ഉണ്ട്. അതാണ് രാധ പറയുന്നത് മേ അഭി ഖടി ഹൂം. കനു, ഞാൻ കൃഷ്ണൻ ഇങ്ങനെ യുദ്ധത്തിൽ ജയിച്ചെങ്കിലും ഒന്നും നേടിയില്ല എന്നുള്ള ഒരു തോന്നല്, ജയിച്ചവരും തോറ്റവരും. കാരണം മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ജയിച്ചത് പാണ്ഡവരാണെങ്കിലും തോറ്റത് സ്വന്തം സഹോദരങ്ങളാണ്, മരിച്ചു വീണത് ഗുരുക്കന്മാരാണ്. അപ്പോൾ മരിച്ചു വീണത് സ്വന്തം രക്തത്തിലുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ യുദ്ധത്തിന് ശേഷം ആർക്കും അങ്ങനെ ജയിച്ചു എന്ന് ഒരു ഭാവം വന്നില്ല. ആ അവസ്ഥയിൽ ഈ കൃഷ്ണൻ സൂത്രധാരൻ, യുദ്ധത്തിൻ്റെ സൂത്രധാരനായ കൃഷ്ണൻ തൻ്റെ അടുത്തേക്ക് വരും ക്ഷീണിച്ച അവസ്ഥയിൽ, വിഷമിച്ച അവസ്ഥയിൽ എന്ന് രാധ സങ്കല്പിക്കുകയാണ്. അപ്പോൾ രാധയുടെ ചേതനാഭാവ് എല്ലായ്പ്പോഴും സജീവമാണ് കൃഷ്ണൻ്റെ പ്രതി. ഒരു നിമിഷം പോലും രാധ കൃഷ്ണനിൽ നിന്ന് മാറി നിന്നിട്ടില്ല. കൃഷ്ണൻ്റെ അധൂരാപ്പൻ കാവ്യത്തിൽ ചില സ്ഥലങ്ങളിലാണ് കാണിച്ചിരിക്കുന്നത്. ആമ്ര ബോർക്ക ഗീത്തിൽ കാണിക്കുന്നുണ്ട്. മാഞ്ചോട്ടിൽ മാമ്പൂഞ്ഞൊരിച്ച് രാധയും കാത്തിരിക്കുമ്പോൾ രാധ വരാത്ത അവസ്ഥ. അപ്പോൾ അത് കൃഷ്ണക അധൂരാപ്പൻ വളരെ തീവ്രമായിട്ട് അദ്ദേഹം വരച്ച് കാട്ടിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് बैठे रहे मैं नहीं आई तुम अंत में उठे, एक झुकी डाल पर खिला एक बौर तुमने तोड़ा और धीरे धीरे चल दिए. अनमने तुम्हारे पाँव पगडंडी पर चल रहे थे, पर जानते हो तुम्हारे अनजान में ही तुम्हारी उंगलियां क्या कर रही थी. वे उस आम्र मंजरी को चूर चूर कर रही थी. ആ കൃഷ്ണൻ്റെ അധൂരാപ്പൻ, രാധ വരാത്തപ്പോൾ ഉള്ള ആ ഒരു അധൂരാപ്പൻ ഈ ആമ്ര ബോർക്ക ഗീത്തിൽ വളരെയധികം ആ ദേഷ്യത്തിൽ രാധയെ കാത്തു നിന്ന് പറഞ്ഞു വെച്ച സ്ഥലത്ത് രാധ വരുന്നില്ല. ആ സമയത്ത് സന്ധ്യോളം കാത്തു നിന്ന് അവസാനം മാമ്പൂ ഞെരിച്ച് വഴിയിലെല്ലാം ഇട്ടിട്ട് കൃഷ്ണൻ്റെ ആ ഒരു പോക്ക്, അതിൽ കൃഷ്ണൻ്റെ അധൂരാപ്പൻ വളരെയധികം പ്രകടിപ്പിക്കുന്നുണ്ട്. പിന്നീട് സമുദ്ര സ്വപ്നയിലും കൃഷ്ണൻ്റെ അധൂരാപ്പൻ കാണിക്കുന്നുണ്ട്. अंत में तुम थक कर इन सब से खिन्न उदासीन विस्मित और कुछ आहत मेरे कंधों से टिक कर बैठ गए हो. യുദ്ധമെല്ലാം കഴിഞ്ഞ് നീ ആകെ വിഷമിച്ച് ഒന്നും നേടിയില്ല എന്നുള്ള ഒരു ചിന്തയിൽ നീ വളരെ ഡിപ്രസ്ഡായിട്ട് എന്നോട് ചേർന്നിരിക്കുന്ന, കടൽ തീരത്ത് എന്നോട് ചേർന്നിരിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി. അവിടെയും കൃഷ്ണൻ്റെ അധൂരാപ്പൻ രാധയിലൂടെ, അതും രാധയുടെ ചേതൻ മനിലൂടെയാണ് നമ്മളെ കാണിക്കുന്നത്.
ആ സമുദ്ര സ്വപ്നിൽ ഉടനീളം അത് പറയുന്നുണ്ട്. അന്തമേ തും ഹാർ കർ ലോട്ട് കർ थक कर मेरे वक्ष के गहराओं में अपना चौड़ा माथा रख कर ഗഹരി നീന്ത് മേ സോ ഗയേ ഹോ. എന്നുവെച്ചാൽ എല്ലാം നഷ്ടപ്പെട്ട് യുദ്ധമെല്ലാം കഴിഞ്ഞ് ഒന്നും നേടിയില്ല എന്നുള്ള ചിന്തയിൽ അധൂര ഫീൽ ചെയ്യുന്ന കൃഷ്ണൻ്റെ ആ ഒരു ഇത് രാധയുടെ ചേതൻ മനിലൂടെ നമ്മളെ സമുദ്ര സ്വപ്നിൽ കവി വരച്ചു കാട്ടുന്നുണ്ട്. സമാപനിൽ രാധയുടെ ചേതൻ മൻ എന്താണ് പറയുന്നത്? ക്യാ തുമ്നെ ഉസ് വേല മുझे ബുലായാ था കനു, ലോ मैं सब छोड़ छाड़ कर आ गई. രാധയുടെ ചേതൻ മനിൽ അത്രമാത്രം കൃഷ്ണനെയും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അവസാന നിമിഷം വരെ യുദ്ധം കഴിഞ്ഞിട്ട് കൃഷ്ണൻ തൻ്റെ അടുത്തേക്ക് വരും എന്ന ഒരു പ്രതീക്ഷയിൽ രാധ ഇരിക്കുകയാണ്. അങ്ങനെയാണ് ഈ കാവ്യം സമാപിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു കനുപ്രിയ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വേർഷൻസ് ഓരോ വീഡിയോയിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ആകുമ്പം ഇത്രയൊക്കെ ഡിസ്കഷൻസ് ആകുമ്പം ആക്ച്വലി നിങ്ങൾ കേപ്പബിൾ ആവും എക്സാം എഴുതാൻ. So best of luck for your exams. Until we meet next time with another video, it's bye from here.